ക്രിസ്മസിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? സാന്റാ ക്ലോസ്. വെൽക്കം ബാക്ക് ടു ഫേസ് ടു ടെക് യൂട്യൂബ് ചാനൽ. സ്വാഗതം. ഇന്ന് നമ്മൾ ഫേസ് ടു ടെക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണ്. നമ്മളെ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ചൂടൊക്കെ നമ്മളായി. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ തൂക്കിയിടാൻ നമുക്കൊരു ക്രിസ്മസ് പാപ്പായ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം. അപ്പം അത് നമ്മൾ നമ്മുടെ ഈ വീട്ടിലൊക്കെ പീസാകുന്ന LED ബൾബും ഫിലമെൻറ്റ് ബൾബൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന LED ബൾബാണ്. ഇത് തന്നെ ഫിലമെൻറ്റ് ബൾബിലും ചെയ്യാൻ കഴിയും. ഫിലമെൻറ്റ് ബൾബൊക്കെ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ കൂടുതലും ടെക്നോളജി വർദ്ധിച്ചപ്പോൾ LED പോയപ്പോൾ നമ്മുടെ ഈ LED ബൾബ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ LED ബൾബും കുറച്ച് നമ്മുടെ വാട്ടർ കളറും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഇന്ന് ഈ ക്രിസ്മസ് പാപ്പ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. നല്ല ക്ലിയർ. നമ്മളിപ്പം നമ്മുടെ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയിലൊക്കെ കിടക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് മേടിച്ചിരിക്കുന്നത്. 20 രൂപ മാത്രമേ ഉള്ളത്. ഇത് ഇത്രയൊന്നും വേണ്ട. നമ്മൾ പിന്നെ വേറെ കുറേ അപ്പോൾ നമ്മൾ ഈ വെള്ള സാധനത്തിനോട് മാത്രം നമുക്ക് ഈ ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ക്ലിയർ ആയിട്ട് നമുക്ക് ഫുള്ള് ഫിനിഷായി. അപ്പോൾ നമ്മൾ അടിച്ച് ഫിനിഷായി. നമുക്ക് ഇനി അടുത്തൊരു നമുക്ക് ഈ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഇച്ചിരി കൂടെ ഡാർക്കായ കളർ നമുക്ക് ഇവിടെ അടിക്കാം. നമ്മളിപ്പോൾ റെഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഈ കളറാണ് അടിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഈ വൈറ്റ് ഷെയ്ഡുള്ള അടുത്ത് വേണം ഫുൾ അടിക്കാം. ഈ വൈറ്റ് ആൻഡ് അടിച്ചാൽ പാടാണ്. നമ്മൾ ഫിനിഷായി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വെക്കണം. 15 മിനിറ്റോളം എങ്കിലും ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഫിക്സ് ചെയ്യാനുള്ള 2 കണ്ണുകളൊക്കെ വെക്കണം. അതിനുവേണ്ടി ഇപ്പോൾ 2 ഫെവിക്കോൾ വെച്ച് തേച്ചിട്ട് പഞ്ഞി ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് കണ്ണ് 2 നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പിരികം സെറ്റ് ചെയ്ത് കൊടുക്കണം. അതും നമ്മളിപ്പം കോട്ടൺ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കോട്ടൺ നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് 2 നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ ഒന്ന് സെറ്റായി കഴിയും. അപ്പം അടുത്ത ചെയ്യാന്ന് പറയുന്നത് ഒരു മൂക്ക് കണക്കൊരു നോക്കാം. അപ്പോൾ ഒരു ചെറിയ ബോൾ അവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇനി മീശ കണക്ക് വെക്കാനുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അതിന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ചുരുട്ടി വെച്ചിട്ട് അറ്റം ഒന്ന് പിരിച്ചു കൊടുക്കണം. എന്നിട്ട് 2 സൈഡും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി താടി കണക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടി ഒന്ന് ഇപ്പോൾ ഗ്ലൂ തേക്കുന്ന കണക്ക് താടി രൂപത്തിൽ ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ നീട്ടി നമുക്ക് താടി സെറ്റ് ചെയ്യണം. അടുത്ത അപ്പം ഫുള്ളായിട്ട് മാക്സിമം ഏറ്റവും കൂടുതൽ എത്ര മഞ്ഞ് ഉപയോഗിക്കാമോ അത്രയും രീതി തന്നെ നമുക്ക് ഒന്ന് താടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് അപ്പോൾ നമുക്ക് ഏകദേശം താടി സെറ്റായി കഴിഞ്ഞ് ഇപ്പോൾ സാന്താ ക്ലോസിനാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പം ഏകദേശം ഇപ്പോൾ നമുക്ക് ഒരു ഫേസ് കിട്ടി. ഇപ്പം കണ്ണിൽ ഒരിത് വരുന്നതിന് വേണ്ടി ഗ്ലൂ ഇത്തിരി തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം പെയിൻറ്റ് ഫാബ്രിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അടിക്കാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഏകദേശമുള്ള രൂപം ശരിയാണ്. ഇനി നമുക്ക് ക്യാപ്പിന് വേണ്ടിയാണ്. ഇപ്പം നമ്മളൊരു റെഡ് പേപ്പറിനകത്ത് ഒരു റെഡ് പെയിൻറ്റ് പേപ്പറിനകത്ത് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആ ഒരു സർക്കിളിൻ്റെ ഒരു ഷേപ്പ് രീതിയിലാണ്. അതിപ്പം അത് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തെടുത്ത് ഇനി ഒന്ന് ഫോൾഡ് ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
ഇപ്പം ഒരു കോൺ രൂപത്തിലായി കഴിഞ്ഞ് പിന്നെ നമുക്കൊന്നത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പം ഏകദേശം അതിൻ്റെ ക്യാപ്പ് രൂപത്തിലായി. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ ക്യാപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതിനകത്ത്. ഇപ്പം വൈറ്റ് ഡോട്ട്സ് ഒക്കെ ഇട്ട് ഇപ്പം ഏകദേശം സാന്താ ക്ലോസിൻ്റെ ഒരു രൂപം സെറ്റായി കഴിഞ്ഞ്. ഇനി നമുക്ക് ഇപ്പം ഒരു ഷൂ കണക്കെ സാധനം സെറ്റ് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇപ്പം നല്ലോണം സ്റ്റെപ്പായി കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നമുക്കിപ്പം ഫിക്സ് ചെയ്താൽ മതി. ഇനി എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് പിന്നെ ഇനി എക്സ്ട്രാ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇനി 2 ഹാൻഡ്സും കൂടെ ഫിറ്റ് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത്. ബാക്കി എല്ലാ സ്റ്റെപ്പും ഇതിനകത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ്. അപ്പം ഹാൻഡ്സ് ഇപ്പം നമ്മളിതിനകത്ത് കാണിക്കുന്നില്ല. ഇപ്പം ബാക്കിയുള്ള ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ഇപ്പം സെറ്റായി കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഏകദേശം സാന്താ ക്ലോസിൻ്റെ ഓവറോൾ രൂപ ശരിയായി കഴിഞ്ഞ്. അപ്പോൾ നമുക്കിനി അതിനകത്ത് ഇപ്പോൾ നമ്മുടെ സാന്താ ക്ലോസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇനി ആ ഷൂവിൻ്റെ ഭാഗത്തോട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പം ഉണക്കാൻ വെച്ചേക്കാണ്. ഇപ്പം അപ്പോൾ നമ്മുടെ സാധനം ഇന്ന് നമ്മളുണ്ടാക്കിയ നമ്മുടെ ക്രിസ്മസ് പാപ്പ നമ്മുടെ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്മസ് പാപ്പ തയ്യാറാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ശരിയാക്കിയൊക്കെ വെച്ച് ഉണങ്ങി സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചിരിക്കുക നമ്മൾ ഉണക്ക പാപ്പ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് പാപ്പ. അടിപൊളിയായി. നമ്മുടെ ക്രിസ്മസ് പാപ്പേൻ്റെ ബെൽറ്റൊന്നും കാണാൻ മേല, അടിയിലാണ്. നമ്മുടെ താട് കൂടുതലായതുകൊണ്ടാണ്.